വിദ്യാഭ്യാസ മന്ത്രി തുടക്കം മുതലേ അദ്ദേഹം വളരെ എന്താ പറയുക സ്ഫുടമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ സ്ഫുടമായ നിലപാട് സ്വീകരിക്കുക എന്ന് ഇതിൽ ഈ നിയമത്തിൻ്റെയും കോടതിയുടെയും സാങ്കേതികത പറഞ്ഞ് പിന്നെ എന്താണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കൂടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പുരോഗമന നിലപാടാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതേ സ്കൂളിനെതിരെ 2008 മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ കുരിശ് വരപ്പിച്ചതിലും മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി പോവുകയും മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെടുകയും ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല എന്ന് ഈ മാനേജറിന് പറയുകയും ചെയ്താണ്. അതുകൂടെ നമ്മൾ ഓർക്കണം. ഇത് ഇന്നലെ ആ പ്രിൻസിപ്പൽ ഹാർമണിയെക്കുറിച്ച് മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ വലിയ ഇംഗ്ലീഷാണെന്ന് തോന്നുന്ന ഭാഷയിൽ സംസാരിച്ചല്ലോ. അതേ സ്കൂളിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം മന്ത്രി ശിവൻകുട്ടി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കും, വളരെ കൃത്യതയുള്ള. ശിവൻകുട്ടിയെക്കുറിച്ച് നമ്മൾ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് സംസാരിച്ചാണ്. അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിലെ മന്ത്രിമാരിൽ എന്താണ് ഈ ഒരു പ്രഭാഷണ സൗകുമാര്യം ഒരു സംസാര ചാതുരി പോലും അധികം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ നല്ല കൃത്യതയിൽ കാര്യങ്ങൾ പറയുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ ഇതിൽ മാത്രമല്ല, നിരവധി സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ സ്ഫുടമായി വളരെ കൃത്യതയിൽ കാര്യങ്ങൾ പറയുകയും ഇടപെടേണ്ട സമയങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്തും അദ്ദേഹം ആ നിലയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അദ്ദേഹം എന്ത് പറഞ്ഞു? DD ഏൽപ്പിക്കുന്നു, DD റിപ്പോർട്ട് കൊടുക്കുന്നു, അവരവിടെ തന്നെ പഠിപ്പിക്കണം എന്ന് പറയുന്നു. DD റിപ്പോർട്ടിനെതിരെ സ്കൂളുകാർ ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. അതിലിടപെടാൻ ഹൈക്കോടതി സന്നദ്ധമായില്ല, അല്ലെങ്കിൽ DD ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സന്നദ്ധമായില്ല. പക്ഷേ എൻ്റെ അടുത്തിടെ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് ഈ കുട്ടി പുറത്തു പോവുകയാണ്. അതാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു പൊസിഷൻ എടുത്തു. മന്ത്രി ഹിജാബിട്ട ഒരു കുട്ടിയെ ആശ്ലേഷിച്ച് പടവിടുകയാണ് ഫേസ്ബുക്കിൽ. ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്നത്. അതൊക്കെ വളരെ വളരെ ഗംഭീരമായുള്ള സംഗതി തന്നെയാണ്. പക്ഷെ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്ന് മന്ത്രി പറഞ്ഞ അതേ ദിവസമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ കുട്ടി TC വാങ്ങി പോകേണ്ടി വന്നത്. ഇതേ ശിവൻകുട്ടി മന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്ത് ഇതേ മന്ത്രിക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഈ സ്കൂൾ അധികൃതർ പറഞ്ഞ കാര്യങ്ങൾ കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു വശത്ത് ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് ഒരു കുട്ടിക്ക് TC വാങ്ങി കണ്ണീരോടെ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ശിവൻകുട്ടിയുടെ ഒരു എന്താ പറയുക ഒരു പരാജയം എന്നുള്ള ഈ സംവിധാനത്തിൻ്റെ ഒരു പരാജയമാണ്. ഈ സംവിധാനത്തിൻ്റെ പരാജയമാണ്, സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. നല്ല അടിപൊളി ഡയലോഗ് അടിക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ അതിലിടപെടാൻ പറ്റും. ഇന്നിപ്പം മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ആ കുട്ടിക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാണ്. ഒന്നാമത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അതിൽ സർക്കാർ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഓർഡർ നടക്കേണ്ട കാര്യമില്ല. അവരെ എവിടെയും അഡ്മിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്ഥാപനങ്ങൾക്കുണ്ട്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ഇത് നടപടിയെടുക്കും. പക്ഷേ ഇതിലെ പ്രശ്നം ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുക എന്നുള്ളതല്ലല്ലോ. ഈ സ്കൂളിൽ ഇതിലെ പ്രശ്നം എന്താണ്? ഈ സ്കൂളിൽ ഹിജാബ് ഇട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിലെ നീതി എന്ന് പറഞ്ഞാൽ ഇതേ സ്കൂളിൽ ഹിജാബ് ഇട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് സർക്കാരിന് സാധിക്കുമെന്ന് വെച്ചാൽ സർക്കാരിന് വേണമെങ്കിൽ സാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ അത്ര നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒന്നാമത് കുട്ടിക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല, അവിടെ ഒരു കോൺസെൻട്രേഷനോടെ അവിടെ ഇരിക്കാൻ പോലും പറ്റില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ പോയിൻ്റുണ്ട്. എന്താണ്? ശിവൻകുട്ടി ഇത് പറയുന്ന ദിവസം തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഏത് സ്കൂളിലും ഞാൻ ചേർക്കാൻ സന്നദ്ധമാണെന്നും മന്ത്രിയുടെ പ്രത്യേക ഔദാര്യം അതിൻ്റെ ആവശ്യമില്ല. ആ കുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ ഏത് സ്കൂളിലും പോയി ചേരാം. വിദ്യാഭ്യാസ അവകാശ പ്രകാരം അതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമം അവർക്കെന്നാൽ ഏത് കുട്ടിക്കും നൽകുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഇത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കുഞ്ഞാലിക്കുട്ടി ഒരു ലേറ്റ് എൻട്രൻ്റാണ്. കുഞ്ഞാലിക്കുട്ടി ഒരു രാഷ്ട്രീയ രീതി വെച്ചിട്ട് ഇതൊന്നും വലിയൊരു ഇഷ്യൂ ആക്കണ്ട എന്ന് വിചാരിച്ചതായിരിക്കും. പക്ഷെ ഇന്നലെയാണ് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ വളരെ മോശമായി പോയി സ്കൂൾ ചെയ്തത്. അത് കുഞ്ഞാലിക്കുട്ടി അത് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ നിലയിൽ കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ പള്ളുരുത്തി സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട മുസ്ലിം മത സംഘടനകൾ ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിൽ ആ നിലയ്ക്ക് ഒന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് അബ്ദുസമദ് പൂക്കോട്ടൂർ മാത്രമായിരിക്കും.